ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീ ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സാമിൻ ദ ഫോളോയിങ് പാസേജ് ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇഫ് എനി ഫൗണ്ട് ഇൻ ദ അണ്ടർലൈൻ പാർട്സ്. അപ്പോൾ ഈ അടിവരയിട്ട ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് ഫീൽ ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയാലോ. Classifying living beings into larger groups based on similarities and further into smaller groups based on differences is the basis of the cell theory. ഓക്കെ, അപ്പോൾ സെൽ തിയറീൻ്റെ അവിടെയാണ് അണ്ടർലൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലാർജർ ഗ്രൂപ്പ്സ്, സിമിലാരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ ലാർജർ ഗ്രൂപ്പ്സും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്മോളർ ഗ്രൂപ്പ്സും ആക്കി ലിവിങ് ബീങ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് സെൽ തിയറി ആണോ? അല്ല. അതെന്താണ് മക്കളെ? ഇറ്റ്സ് ടാക്സോണമി, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ പ്രിൻസിപ്പിളാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ടാക്സോണമി എന്ന് എഴുതിയാൽ മതി. നമ്മൾ സെൽ തിയറി ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഓക്കെ, സോ സെക്കൻഡ് സെൻറ്റൻസ് എന്താ? ദ വേരിയസ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ വർ ഡെവലപ്ഡ് ബൈ തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ആരാ? നമ്മൾ ഹിസ്റ്ററി ഓഫ് ടാക്സോണമിയിൽ നമ്മൾ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ്റെ ഹിസ്റ്ററിയിൽ കുറേ സയൻറ്റിസ്റ്റുമാരെ, ഒരു 5ഓളം സയൻറ്റിസ്റ്റുമാരെ നമ്മൾ പഠിച്ചതിൽ ഒരാളാണ് തിയോഫ്രാസ്റ്റസ്. പക്ഷേ അദ്ദേഹം ക്ലാസിഫിക്കേഷൻ്റെ വേരിയസ് ലെവലല്ല കൊണ്ടുവന്നത്. അദ്ദേഹം ഫാദർ ഓഫ് ബോട്ടണിയാണ്. ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആളാണ് തിയോഫ്രാസ്റ്റസ്. ഈ വേരിയസ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനെ ഡെവലപ്പ് ചെയ്ത് ഹി ഇസ് നോൺ ആസ് ഫാദർ ഓഫ് ടാക്സോണമി. അപ്പോൾ അതാരാണ്? ഹി ഇസ് കാൾ ലിനേയസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ ക്ലാസിഫിക്കേഷൻ ഈസ് ഫൈലം. ആണോ? അല്ല. കിങ്ഡം തൊട്ട് 7 ലെവൽ വന്നിട്ട് ലാസ്റ്റ് വരുന്ന ആളാണ് സ്പീഷീസ്. സോ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ ക്ലാസിഫിക്കേഷൻ ഈസ് സ്പീഷീസ്. ദ മെത്തേഡ് ഓഫ് സയന്റിഫിക്കലി നെയിമിംഗ് ഓർഗാനിസം വാസ് ഡെവലപ്ഡ് ബൈ കാൾ ലിനേയസ്. യെസ്, കാൾ ലിനേയസ് തന്നെയാണ്. The practice of identifying an organism by using both its genus and species name is known as taxon. അല്ല, ടാക്സോൺ അല്ല. ഇറ്റ്സ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി. ആ ഒരു സയൻറ്റിഫിക് നെയിമിംഗ് 2 ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അതിൻ്റെ പേര് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അക്കോർഡിംഗ് ടു ദിസ്, when writing the scientific name of an organism, the species name should be written first. ആണോ? നോ. ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ നമ്മൾ സ്പീഷീസ് നെയിമും ജീനസ് നെയിമും എഴുതും. ബട്ട് നമ്മൾ ആദ്യം എഴുതുന്നത് ജീനസ് നെയിമാണ്. അതും ക്യാപിറ്റൽ ലെറ്റർ, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിലായിട്ട് നമ്മൾ എഴുതും. എന്നിട്ടാണ് നമ്മൾ സ്പീഷീസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഒരു 5 സയൻറ്റിസ്റ്റ്, ജോൺ റേ, കാൾ ലിനേയസ്, ഏർണസ്റ്റ് ഹേക്കൽ, റോബർട്ട് എച്ച് വിറ്റാക്കർ, അരിസ്റ്റോട്ടിൽ, ഈ 5 പേരെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മിസ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ജോൺ റേ. ജോൺ റേ എന്താ ചെയ്തത്? സയന്റിഫിക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത ആള് ജോൺ റേ ആണ്. ഓക്കെ, ദെൻ കാൾ ലിനേയസ്. കാൾ ലിനേയസ് നമ്മൾ പറഞ്ഞു, അദ്ദേഹം എന്താ ചെയ്തത്? ഫാദർ ഓഫ് ടാക്സോണമിയാണ്. ഓക്കെ, ദെൻ ഏർണസ്റ്റ് ഹേക്കൽ. ഏർണസ്റ്റ് ഹേക്കലാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, 3 കിങ്ഡം പഠിച്ചു, 5 കിങ്ഡം പഠിച്ചു, 6 കിങ്ഡം പഠിച്ചു. ഓക്കെ, 2 കിങ്ഡം ബൈ കാൾ ലിനേയസ്, 3 കിങ്ഡം ബൈ ഏർണസ്റ്റ് ഹേക്കൽ, 5 കിങ്ഡം ബൈ ആർ.എച്ച്. വിറ്റാക്കർ, 6 കിങ്ഡം ബൈ കാൾ ബോസ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ ഇതൊന്നും മറക്കരുത് കേട്ടോ. ദെൻ റോബർട്ട് എച്ച് വിറ്റാക്കർ ക്ലാസിഫൈഡ് ലിവിങ് തിങ്സ് വർ ക്ലാസിഫൈഡ് ഇൻ ടു 5 കിങ്ഡംസ്. Then Aristotle, animals were classified into those with red blood and those without red blood. Okay, ചുവന്ന രക്തമുള്ളവർ ഇല്ലാത്തവർ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത ആളാണ് അരിസ്റ്റോട്ടിൽ, ഫാദർ ഓഫ് ബയോളജി. Okay, then last question, third one, which of the following does not belong to the group? വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്? അതായത് ഓഡ് വൺ തിരഞ്ഞെടുക്കുക, ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതന്നെ. അതിൽ എന്താണ് ബാക്കിയുള്ളവരുടെ കോമൺ ഫീച്ചേഴ്സ്, അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ എയിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഹൗസ് ഫ്ലൈ, ലിസാർഡ്, ബട്ടർഫ്ലൈ, ഗ്രാസ് ഹോപ്പർ. അപ്പോൾ ഇതിൽ ലിസാർഡാണ് ഇവരുടെ ഗ്രൂപ്പിൽ പെടാത്ത ആള്, ബാക്കി എല്ലാവരും ഇൻസെക്ട്സ് ആണ്. ബി കാറ്റ്, ഡോഗ്, ടൈഗർ, സ്നേക്ക്. അപ്പോൾ അതിൽ സ്നേക്ക് ആണ് ഒറ്റപ്പെട്ടത്. ഓൾ അതേഴ്സ് ആർ
മാമൽസ്. ഓക്കെ, സസ്തനികളാണ്. ദെൻ അരീക്കനട്ട് ട്രീ, കോക്കനട്ട് ട്രീ, ജാക്ക് ട്രീ, പാം ട്രീ. ഇതിൽ ജാക്ക് ട്രീ ആണ് ഡസ് നോട്ട് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ്. ബാക്കി എല്ലാവരും അൺബ്രാഞ്ചഡ് മോണോകോട്ട്സ് ആണ്. ജാക്ക് ട്രീ എന്താണ്? ഇറ്റ്സ് എ ഡൈക്കോട്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മളുടെ ഉള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.